ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെള്ളാട്ട് പോക്കർ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടു വന്നതുപോലെ തന്നെ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ്. അത്യാവശ്യം എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് തോന്നുന്നു. ഇപ്പൊ എന്തായാലും തമിഴ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. എന്താണെങ്കിലും അതിനകത്ത് ഇപ്പോ ഇടിയും ബഹളവും പുക്കാറും ഒക്കെയാണ്. ഞാൻ ആക്ച്വലി അത് കാണുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. ഞാൻ തമിഴാണെങ്കിൽ പോലും മലയാളം ആണെങ്കിലും ബിഗ് ബോസ് അധികം കാണാറില്ല. ഞാൻ കണ്ടിരുന്നത് മലയാളത്തിൽ നമ്മുടെ ഡോക്ടർ റോബിനൊക്കെ വന്നിരുന്ന ആ ഒരു സീസൺ മാത്രമേ ഉള്ളൂ ഞാൻ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുള്ളൂ. സോ എന്താണെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് അതിന്റെ ക്ലിപ്സ് ഒക്കെ അയച്ചു തന്നിട്ട് പറഞ്ഞു, എടാ എന്തായാലും നീ റിയാക്ട് ചെയ്യുമല്ലേ, അപ്പോൾ തമിഴ് ബിഗ് ബോസിൽ കത്തലാണ്, ഇടിയാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. സോ എന്തായാലും ഞാൻ പോയി നോക്കിയപ്പോൾ എട്ടങ്ങേറാണല്ലേ ഫുള്ള്. അവിടെ എന്താ പറയാ, ചീത്ത വിളി, ബഹളം, ഇടി, വ്യഭിചാരമാണ്, ശരിക്കും അപരാധവും പരിപാടികളുമാണ് അവിടെ. സോ അപ്പൊ എന്താണെങ്കിലും നമുക്ക് വാർത്തയിലോട്ട് പോവാം. ഫൈനൽ ടാസ്ക് എന്നുള്ള രീതിയിൽ, അതായത് അതിന്റെ തീരാൻ പോവാണല്ലോ. അപ്പൊ ടാസ്കുകൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്തോ അവർക്കൊരു കാർ ടാസ്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ എന്തോ ഒരു കാർ ടാസ്ക് ഉണ്ടായിരുന്നു. സോ അതേ ടാസ്ക് കഴിഞ്ഞ സീസണിൽ ഇല്ലായിരുന്നു. ഈ സീസണിൽ എന്തായാലും ഒരു കാർ ടാസ്ക് അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തമിഴ് ബിഗ് ബോസിൽ. ഓക്കെ, അപ്പോ സംഭവം ഇതാണ്. ഒരു മാരുതി 800 പോലൊരു ചെറിയൊരു കാറിൽ ഒരു 8-9 പേരെ നിറച്ചിട്ട് അതിനകത്തുനിന്ന് ആദ്യം ആര് പുറത്തു പോകണം അവർ ഔട്ട്. ഏറ്റവും കൂടുതൽ നേരം അതിനകത്ത് ആര് സർവൈവ് ചെയ്യുന്നോ അവര് വിന്ന്. അതാണ് ആ ഗെയിമിന്റെ കോൺസെപ്റ്റ്, ആ ടാസ്കിന്റെ കോൺസെപ്റ്റ് അതാണ്. സോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ മാക്സിമം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രൊവോക്ക് ചെയ്യാം, കളിയാക്കാം. സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ഗെയിമാണ്. ഓക്കെ, അപ്പോ അതിനകത്തെ ഒരു 3 കണ്ടസ്റ്റന്റ്, ഓക്കെ, കമറുദ്ദീൻ, അതേപോലെ തന്നെ പാർവതി, അതേപോലെ തന്നെ സാന്ദ്ര. അപ്പോൾ ഈ കമറുദ്ദീനും പാർവതിയും എന്ന് പറയുന്നത് എന്തോ കമ്പി സെറ്റപ്പ് ആണെന്ന് തോന്നുന്നുണ്ട്. വെയിറ്റ്, ഞാൻ ക്ലിപ്പ് ഒന്നും ഇടാം. பண்றது தப்பு நேத்து எல்லாரும் சேர்ந்து என்ன பண்ணீங்க? அப்ப தெரியலையா? എനിവേ ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള സീൻ എന്താ വെച്ചാല്, ഈ വീണകുട്ടി, അതായത് വീണ പെണ്ണിന്റെ പേര് സാന്ദ്ര എന്നാണ്. അപ്പോൾ ഏതോ ഒരു ഇതിന് മുമ്പുണ്ടായ ഒരു ടാസ്കിൽ എന്തോ വന്നിട്ട് ഈ സാന്ദ്ര ഈ പറഞ്ഞ കമറുദ്ദീനെ പറ്റിയിട്ട് PR വർക്കിനെ പറ്റിയിട്ടോ എന്തോ ഒരു സംസാരം ഉണ്ടായിരുന്നു. സോ എന്താണെങ്കിലും അത് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സോ ഈ കാറിനകത്ത് ഇവർ കയറിയ സമയത്ത് ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പ്രൊവോക്ക് ചെയ്ത് സംസാരം ഉണ്ടായി. സംസാരം എന്ന് പറഞ്ഞാൽ ശുദ്ധ അപരാധത്തരം. കാര്യം ആ ബിഗ് ബോസിൽ തന്നെ അവര് ബീപ്പ് സൗണ്ട് ഇട്ടിട്ടാണ് ആ സാധനം പുറത്തു വിട്ടിരിക്കണം. കാര്യം അത്രത്തോളം അപരാധമാണ് ആ ഷോയ്ക്കകത്ത് അല്ലെങ്കിൽ ആ കാറിനകത്ത് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള സംസാരങ്ങൾ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആ ഗെയിമിനെ പറ്റിയിട്ടല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഗെയിമിനെ പറ്റിയിട്ടല്ല. നമ്മൾ പറയാൻ പോകുന്നത് ഇത് എത്രയോ ആൾക്കാർ കാണുന്നതാണ്, എത്രയോ ഓഡിയൻസ് കാണുന്നതാണ്. അവർ തന്നെ പറയുന്നുണ്ട് ഇത്രോ മില്യൺ വ്യൂവേഴ്സ് അവർക്ക് ഉണ്ട് എന്നുള്ളത്. ഫാമിലി ഷോ ആണല്ലോ ബിഗ് ബോസ് എന്ന് പറയണത്. സോ അപ്പൊ എത്രയോ ഫാമിലികൾ ഇരുന്ന് കാണുന്നിടത്താണ് ഇവര് വന്നിട്ട് പച്ചക്കാണ് തള്ളക്ക്, തന്തയ്ക്ക്, തലവാരിക്കൊക്കെ പച്ചക്കാണ് ഇവര് തെറി പറഞ്ഞുകൊണ്ട് നടക്കണതിനകത്ത്. മനസ്സിലായ? ലാസ്റ്റ് എന്താണെന്നുണ്ടെങ്കിലും അപ്പൊ ഈ തെറി പറയണത് കമറുദ്ദീൻ പാർവതിയാണ് ഇതിനകത്ത് മെയിൻ സീൻ. അതായത് ഇവരെയാണ് ഇപ്പൊ ലാസ്റ്റ് കണ്ട മറ്റേ വിജയ് സേതുപതി വന്നിട്ട് ഇപ്പൊ ആ ഒരു സാധനം അത്യാവശ്യം നല്ല വൈറലായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് അത്യാവശ്യം വൈറലായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് വന്നിട്ട് റെഡ് കാർഡ് കൊടുത്തിട്ട് അവരെ പുറത്താക്കുന്നത്. സോ എന്താണെങ്കിലും ഇവരെയാണ് പുറത്താക്കിയത്. ഈ വീണ പെണ്ണിന്റെ പേര് സാന്ദ്ര. ഫിക്സ് ഒക്കെ വന്നു എന്നാണ് തോന്നുന്നുണ്ട്. അതായത് താഴെ വീണ ഉടനെ എന്തോ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കാണ് ആള് പോയത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും TRPക്ക് വേണ്ടിയിട്ട് ഇമ്മാതിരി അപരാധം. ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ തമിഴ്നാട്ടിലുള്ള, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കിടക്കണ കുറച്ച് പിള്ളേരുകളുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് 2 ദിവസം മുമ്പ്. അമ്മമാര് ഒരു പയ്യനെ തിരുത്തണി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ട്രെയിനിനകത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെക്കനെ ഇവന്മാര് മാരകമായിട്ട് വെട്ടുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇവന്മാരെ എല്ലാം, അതായത് ഒരു 90% തമിഴന്മാരായിട്ടുള്ള ചെക്കന്മാരാണെങ്കിലും തമിഴന്മാരുടെ അവർക്കൊരു ബുദ്ധിക്ക് കുറച്ച് പ്രശ്നമുള്ള ആൾക്കാർ തന്നെയാണ്. അവരെന്ത് കാണിക്കണോ
അതാണ്, അതായത് ഇപ്പൊ ഒരുത്തൻ വന്നിട്ട് ഒരു വലിയ സംഭവം കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുത്തൻ വന്നിട്ട് മാസ് കാണിച്ചു കഴിഞ്ഞാൽ ഇവർ അതിന്റെ പുറകിൽ പോകുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അവിടെ ഒരുപാടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആണ് ഈ ഒരു ഷോ ഇവർ ഇത്രയും തന്തയ്ക്ക് പറച്ചിലും തലവാഴിക്ക് പറച്ചിലുമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ടി ആർ പിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തിനാണ് ആ ടി ആർ പി എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് നമ്മുടെ വിജയിയുടെ ജനനായകൻ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പരാശക്തി ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് വിജയ് ടിവിയുടെ ടി ആർ പി കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇവർ അങ്ങനെ എയറിൽ വിട്ടേക്കുന്നത്. ഈ സാധനം മനസ്സിലായോ? അപ്പൊ എത്ര പേര് ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലായിക്കോ. പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരെയും ഇവര് പേഴ്സണലി ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ടും ഇവിടെ വന്നിട്ട് പച്ചയ്ക്കാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇതിനെ കണ്ടിട്ട് എത്രയോ പേര് അല്ലെങ്കിൽ എത്രയോ പിള്ളേര് ഇതേപോലെ വീട്ടുകളിലോ അല്ലെങ്കിൽ മാതാപിതാക്കളെ പിടിച്ച് തള്ളുകയും ഇത് കണ്ടിട്ടല്ലടാ ഇൻഫ്ലുവൻസ് ആവുന്ന ഓരോരുത്തർ. സോ എന്തായാലും ടി ആർ പിക്ക് വേണ്ടിയിട്ട് ഇമ്മാതിരി തന്തയില്ലാത്ത പരിപാടികൾ വിജയ് ടി വി എന്ന് പറഞ്ഞ ചാനൽ, പിന്നെ വിജയ് സേതുപതിയാണ് അതിന്റെ ആങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണെങ്കിലും എനിവേ ടി ആർ പിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇമ്മാതിരി തന്തയില്ലാത്ത പരിപാടികളുണ്ടല്ലോ, ഇത് കാണാൻ ഇപ്പോഴും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്താണെങ്കിലും ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഇവർ കുറെ ഓഡിയൻസിന് അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലി ഓഡിയൻസിന് എന്താണ് ഇതിൽ നിന്നും ഇവർ കൊടുക്കുന്ന ഒരു നല്ല വശം എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവന്മാരുടെ ഈ തള്ളക്കി വിളി കേൾക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കുന്ന ചീത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണോ, എന്താണോ എനിക്കറിയില്ല. എനിവേ എന്താണോ ഇവർ ഇതുകൊണ്ട് ഈ ഒരു ഷോ കണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല. എന്തായാലും ഇതിൽ വെച്ചിട്ട് ഒരുപാട് മേലെയാണ് എന്തായാലും നമ്മുടെ മലയാളത്തിൽ വന്നു പോയിട്ടുള്ള ഇത്രയും നാളത്തെ ബിഗ് ബോസ് സീസണുകളല്ല. കാര്യം ഇത്രയും അപരാധങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും വന്നിട്ട് ഓപ്പണായിട്ട് ഇത്രയും ക്യാമറ ചുറ്റിനും ഇരിക്കുക വന്നിട്ട് പറയുന്ന തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ അറിയായിരിക്കും. അതിനകത്ത് കുറെ വീഡിയോസ് വെക്കാനാണെന്നുണ്ടെങ്കിൽ കുറെ വീഡിയോസ് താഴെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ തള്ളക്കി തന്തയ്ക്ക് തലവഴിക്ക് അങ്ങനത്തെ എന്തായാലും ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും ഈ ഷോ ഇവർ നിർത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ വീണ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ ഫിക്സ് വന്നിട്ടാണ് ഈ പറഞ്ഞ സാന്ദ്ര എന്ന് പറഞ്ഞ പെൺകുട്ടി വീണ ഉടനെ ഈ പെണ്ണിന് ഫിക്സ് വന്നു. അപ്പോൾ പോലും ഒരു മെഡിക്കൽ ഹെൽപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് പോലും അവിടെ ആരും വന്നില്ല. അവർ അപ്പോഴും ആ ഷോനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. മനസ്സിലായി? ഒരു സൈഡിൽ ആ ഷോ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, ഒരു സൈഡിൽ ഒരാൾ വീണ് ഫിക്സ് വന്ന് കിടക്കുന്നു. സോ അപ്പോൾ എന്താണെങ്കിലും ടി ആർ പിക്ക് വേണ്ടിയിട്ടാണ് ഇമ്മാതിരി തന്തയില്ലാത്ത തരങ്ങൾ ഇവർ കാണിച്ചുകൊണ്ട് പോകുന്നത്. എനിവേ എന്തായാലും അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ കേരളത്തിൽ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ തമിഴ് ബിഗ് ബോസിന്റെ ആരാധകരാണ്, അറിയാവുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിവേ എന്തായാലും സംഭവം ഇതാണ്, ആ ടാസ്കിന്റെ സംഭവം ഇതാണ്. എനിക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല, നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. നമ്മളെന്തായാലും ഈ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാൻ തോന്നിയത്. തന്തയില്ലാത്തരവാ 24/7 ക്യാമറ വെച്ചിട്ട് ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന കാര്യമേ അതിലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ കാര്യം. സോ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അത് നിങ്ങൾ വന്നിട്ട് പറയും. ഓക്കെ, ബൈ.